ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഒരു പെരുമഴക്കാലം പോലെ നമ്മുടെ SSC എന്ത് ചെയ്തു, ഒരു മെഗാ വിജ്ഞാപനം തന്നെയാണ് ഈ ഒരു ജൂണിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജൂൺ 2-ാം തീയതി കുറേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ എന്താണ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങൾ ആപ്റ്റായ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. അതുപോലെ എന്ത് ചെയ്യുക, പിന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും നമുക്ക് ഒരു അപേക്ഷയിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും നമ്മുടെ അപേക്ഷ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫോം നിരസിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ, അതുപോലെ അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 23/6/2025. എന്ന് മുതലാണ് ഇത് ആക്റ്റീവ് ആയിരിക്കുന്നത്? 2/6/2025 മുതലാണ് ഈ ഒരു, അതായത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. 2/6/2025 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 23/6/2025. ഇതിന് നമുക്ക് മറ്റേ അതായത് നമ്മുടെ കേരള PSC പോലെ തന്നെ എന്ത് വേണം, ഫോട്ടോ വേണം, അതുപോലെ സൈന് വേണം. അപ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് വേണം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റൂ. അപ്പം നിങ്ങളത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് വേണം അപേക്ഷ സമർപ്പിക്കാൻ. അതുപോലെ എല്ലാ ഡാറ്റാസും കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. അതുപോലെ എന്താണ്, അതുപോലെ ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് എന്തെന്ന് ഫീസ് ഇളവുണ്ട്, അതായത് ഫീസ് ഇല്ല, അപേക്ഷ ഫീസ് ഇല്ല. അതേസമയത്ത് ആൺകുട്ടികൾക്കും അതുപോലെ ജനറൽ കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്കും പരീക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫീ അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 23/6/2025 തന്നെയാണ്. അതുപോലെ എന്താണ്, നമുക്ക് എന്തെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എന്താണ്, 28/6/2025 മുതൽ 30/6/2025 വരെയാണ്. നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 28 മുതൽ 30 വരെയാണ്. 28/6/2025 മുതൽ 30/6/2025 വരെയാണ് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ എന്താണ്, എക്സാം വരുന്നത് നോക്കിക്കോ, ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയാണ് എക്സാം നടക്കുന്നത്. അതായത് 24/7/2025 മുതൽ 4/8/2025 വരെയാണ് എക്സാം ഡേറ്റ്. അതുപോലെ ഏജ്, ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് പറയാം വയസ്സ് സംവരണം ഉണ്ടോയെന്ന്. വയസ്സ് സംവരണം ഉണ്ട്. ആർക്കൊക്കെ? SC STക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട്. അതുപോലെ OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സിളവുണ്ട്. അതുപോലെ PWBDക്ക് 10 വർഷത്തതും, അതുപോലെ PWBD OBCക്ക് 13 വർഷത്തെ വയസ്സിളവുണ്ട്. അതുപോലെ PWBD SC STക്ക് എന്താണ്, 15 വർഷത്തെ വയസ്സിളവാണുള്ളത്. അതുപോലെ എക്സ് സർവീസ് മാനുണ്ട് 3 വർഷത്തത്. അതുപോലത്തത് മറ്റ് ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 3 വർഷം. അതുപോലെ എന്താണ്, ഡിഫൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചവർക്ക് 8 വർഷത്തൊക്കെ വയസ്സിളവുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ശരിക്കും മെയിനായിട്ട് നമ്മൾ SC ST OBC ജനറൽ കാറ്റഗറി ഇതൊക്കെയാണ് നമ്മൾ ഏജ് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷമാണ് വയസ്സിളവ് വന്നിരിക്കുന്നത്. അതുപോലെ ഫീ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെൺകുട്ടികൾക്കും അതുപോലെ SC ST അതുപോലെ PWBD ESM അവർക്കൊന്നും എന്താണ്, പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ അടുത്തത് നമ്മുടെ 10th ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ്. ഇപ്പോൾ SSCയുടെ 10th ലെവൽ അതെന്തായിരുന്നു, മൾട്ടി ടാസ്കിങ് MTS എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അതിലേക്ക് പരീക്ഷയ്ക്ക് ആപ്റ്റായ കാൻഡിഡേറ്റ്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതാണ് ഫസ്റ്റ് ലെവൽ എക്സാമിന് ഈ ഒരു സിലബസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ജനറൽ ഇൻ്റലിജൻസ്, അതായത് നമ്മുടെ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതുപോലെ ജനറൽ അവയർനെസ്, അത് കറണ്ട് അഫയേഴ്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇത്രയും അടങ്ങിയിരിക്കുന്ന 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് 10th ലെവലിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിലബസ് വെച്ചിട്ടാണ്. അപ്പോൾ 10th ലെവലിന് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ ബേസിൽ ഒരു കാൻഡിഡേറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസ് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി +2 ലെവൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക്, അതായത് നമ്മൾ പറയും കമ്പൈൻഡ് +2 ലെവൽ
സെക്ഷൻ. അതിൽ എന്താണ് ഹയർ സെക്കൻഡറി +2 ലെവലിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അതുപോലെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാർട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. സെയിം ആസ് നമ്മുടെ 10th തന്നെ, പക്ഷെ സിലബസിൽ എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സെഷൻസ് തന്നെയാണ്, ഈ 4 സെക്ഷൻസ് തന്നെയാണ് 10th ആണെങ്കിലും +2 വരുമ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു ഓരോരോ സ്ട്രക്ചറിലും എന്ത് ചെയ്യുന്നു ഇൻബിൽട്ട് ചെയ്ത്, അതായത് ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ സിലബസ് ആണ്. ഇനി ഗ്രാജുവേറ്റ് ലെവലിന് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ ഒരു 4 സെഷൻസ് തന്നെയാണ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നതും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഈ ഉള്ളിൽ എന്താണ് കുറച്ചുകൂടി ഡാറ്റാസ് കുറച്ചും കൂടി എന്ത് ചെയ്യും ലെവൽ കൂടും. അതായത് 10th കുറച്ചുകൂടി കൂടുതലായിരിക്കും ആർക്ക് +2 ലെവലിലുള്ള കാൻഡിഡേറ്റ്സിന്, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ കാൻഡിഡേറ്റ്സിന്. അപ്പോൾ ഈ ഒരു സിലബസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏകദേശം 365 തസ്തികകളിലേക്കാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 10th ലെവലിൻ്റെ ഉണ്ട്, അതുപോലെ +2 ലെവലിനുണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി ലെവലിനുണ്ട്, ഡിഗ്രി ലെവലിനുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സാധിക്കുമോ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ സിലബസ് മനസ്സിലാക്കി പഠിച്ച് പോകാൻ. ഞാൻ അവിടെ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആ വേക്കൻസീസ് ഏതൊക്കെയെന്ന് മെൻഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 365 വേക്കൻസീസ് ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് SSC പുതിയ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് അതിന് 10th ബേസാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫ്യൂമിഗേഷൻ അസിസ്റ്റൻറ്റ് അതിന് വരുന്നത് +2 ലെവലാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ അതും +2 ലെവലാണ്. ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് അതും വരുന്നത് +2 ലെവലാണ്. അങ്ങനെ പല വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 365 തരത്തിലുള്ള വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തത്. അതും ഏതൊക്കെയാണ് നമുക്കറിയാലോ ഓരോരോ റീജിയനായിട്ട്, അതായത് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഏതാണ് നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. അപ്പോൾ സതേൺ റീജിയണിലാണെങ്കിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. കേരളത്തിലും പരീക്ഷാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അതുപോലെ എങ്ങനെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്ന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ. മിൻറ്റ് നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മിൻറ്റിൻ്റെ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലൈഡിൽ. അപ്പോൾ അതിലേക്ക് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.